ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് AWS EC2 ഇൻസ്റ്റൻസ് എങ്ങനെ റിസർവ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അവരുടെ ഡോക്യുമെൻറ്റേഷൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ EC2 ഇൻസ്റ്റൻസ് റിസർവ് ചെയ്യുകയാണെങ്കിൽ അപ് ടു 72% ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് കമ്പയറിങ് ടു ഓൺ ഡിമാൻഡ് പ്രൈസിങ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. ഹൗ ഡു RI വർക്ക്സ്, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ റിസർവ് കപ്പാസിറ്റിയും കാര്യങ്ങളും, ഏതൊക്കെ ടൈപ്സ് RI ടൈപ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ റിസർവേഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലോങ് ടൈമുള്ള ഇൻസ്റ്റൻസിനൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മിനിമം 1 year വേണം, എന്നാൽ മാത്രമേ നമുക്ക് റിസർവേഷൻ മീൻസ് നമ്മൾ 1 year യൂസ് ചെയ്യുന്ന ഇൻസ്റ്റൻസിന് മാത്രമേ നമുക്ക് റിസർവേഷൻ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ 6 മാസത്തേക്ക് വേണ്ടി റിസർവേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങൾക്കത് നഷ്ടമായിരിക്കും. അപ്പോൾ മിനിമം 1 year ആ ഇൻസ്റ്റൻസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം റിസർവേഷൻ എനേബിൾ ചെയ്യുക. അതുപോലെ ഇവർ പറയുന്നുണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഉണ്ട്, കൺവെർട്ടബിൾ ഉണ്ട്, ഷെഡ്യൂളർ RI ഉണ്ട്. അതായത് കൺവെർട്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഫാമിലിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ T2 നിന്ന് T3 മാറാനായിട്ട് പറ്റും. സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ അങ്ങനെ മാറാനായിട്ടുള്ള സെയിം ഫാമിലി തന്നെ ആയിരിക്കണം. അതിൻ്റെ ഡിഫറൻസ് പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡും കൺവെർട്ടബിളും തമ്മിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഡിഫറൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ 1 year എടുക്കുകയാണെങ്കിൽ 40%, 3 year എടുക്കുകയാണെങ്കിൽ 60% സ്റ്റാൻഡേർഡിൽ പറയുന്നത്. അതേപോലെ കൺവെർട്ടിൽ 1 year ആണെങ്കിൽ 31%, 3 year ആണെങ്കിൽ 54% അവർ പറയുന്നത്. പിന്നെ ചേഞ്ചസ് എന്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് താഴത്ത് പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡിന് നമുക്ക് മോഡിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും മാറ്റാനായിട്ട് പറ്റില്ല. പക്ഷേ കൺവെർട്ടബിൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫാമിലി, അതായത് ഇൻസ്റ്റൻസ് ഫാമിലി, പേയ്മെൻറ്റ് ഓപ്ഷൻ ഇതെല്ലാം നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് വേണം ഈ RI ടൈപ്സ് ചൂസ് ചെയ്യാനായിട്ട്, ഏത് വേണമെന്നുള്ളത്. പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് 3 ടൈപ്പാണുള്ളത്. ഓൾ അപ്പ് ഫ്രണ്ട് ഉണ്ട്, പാർഷ്യൽ അപ്പ് ഫ്രണ്ട് ഉണ്ട്, നോ ഫ്രണ്ട് ഉണ്ട്. ഓൾ അപ്പ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ പൈസ കൊടുക്കണം, ഫുൾ എമൗണ്ട് കൊടുക്കണം. 1 year ആണെങ്കിൽ 1 yearൻ്റെ, പാർഷ്യലാണെങ്കിൽ പകുതി എമൗണ്ട്. നോ ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ ആദ്യമേ പൈസ ഒന്നും കൊടുക്കണ്ട, മന്ത്ലി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. ടേംസ് 1 year 3 year ആണ് ഉള്ളത്. അതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ചിട്ട് വേണം റിസർവേഷൻ മാറ്റം. അതായത് നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റൻസ് എടുത്ത് അത് ചിലപ്പോൾ വേറെ ഒരു ഫാമിലിയിലേക്ക് മാറ്റാൻ ചാൻസ് ഉണ്ടെങ്കിൽ കൺവെർട്ടബിൾ എടുക്കണമായിരിക്കും ബെറ്റർ. അല്ല നിങ്ങൾ EC2 ഒരു ഫാമിലി തന്നെ ഒരു ഇത് തന്നെ, അല്ലെങ്കിൽ ഇത്ര 1 year എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. അതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്ന സ്റ്റെപ്സ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് EC2ൻ്റെ ഡാഷ്ബോർഡിലാണ്. ഓൾറെഡി എൻ്റെ ഒരു ഇൻസ്റ്റൻസ് റണ്ണിങ് ആണ്. ഇപ്പോൾ ഇൻസ്റ്റൻസിൻ്റെ സെക്ഷനിൽ ലെഫ്റ്റ് സൈഡ് നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും റിസർവ്ഡ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. ആ സെക്ഷനിലേക്ക് പോവുക. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് നമുക്ക് ഏത് ഇൻസ്റ്റൻസാണ് വേണ്ടത്, ഏത് പ്ലാറ്റ്ഫോമാണ് വേണ്ടതെന്നുള്ളത് സെർച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം വിൻഡോസ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ടെനൻസി ഡിഫോൾട്ട് തന്നെ കൊടുക്കുക. ഇൻസ്റ്റൻസ് ടൈപ്പ് ഏതാണോ വേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക. ഓഫറിംഗ് ക്ലാസ് 2 ടൈപ്പാണ്, സ്റ്റാൻഡേർഡും ഉണ്ട്, കൺവെർട്ടബിളും ഉണ്ട്. എനി കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കാണിക്കും. നമുക്ക് അല്ലെങ്കിൽ ഏത് വേണമെന്നുള്ളത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ല ഞാനിപ്പോൾ T2 മൈക്രോണ് ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്യുന്നത്. ടൈംസ് 2 ടൈപ്പ് ഉണ്ട്, 1 year ഉണ്ട്, 3 year ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ റിക്വയർമെൻറ്റ് അതനുസരിച്ച് അവിടെ കൊടുക്കാം. അതുപോലെ എനി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രണ്ടും കാണിക്കും അവിടെ. പേയ്മെൻറ്റ് ഓപ്ഷൻ 3 ടൈപ്പാണുള്ളത്. പാർഷ്യൽ നോ അപ്പ് ഫ്രണ്ട് ഉണ്ട്, ഓൾ അപ്പ് ഫ്രണ്ട് ഉണ്ട്, പാർഷ്യൽ അപ്പ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഏതാണോ അത് വെച്ചിട്ട് തന്നെ കൊടുക്കുക. ഞാനിപ്പോൾ നോ അപ്പ് ഫ്രണ്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എനി കൊടുക്കണമെങ്കിൽ എനി കൊടുക്കാം. എന്നിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ 2 എണ്ണമാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ കൊടുത്ത T2 മൈക്രോ, അതായത് ടേംസ് എനിയുടെ അവിടെ 2 എണ്ണം കൊടുത്തിരുന്നു. രണ്ടും കാണിച്ചിട്ടുണ്ട്, 12 month കാണിച്ചിട്ടുണ്ട്, 30 month കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഓഫർ ക്ലാസ് എനി കൊടുത്തു കഴിഞ്ഞാൽ 4 എണ്ണം കാണിക്കും. അതായത് സ്റ്റാൻഡേർഡിൻ്റെയും കാണിക്കും, അതേപോലെ തന്നെ കൺവെർട്ടബിളിൻ്റെയും കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ അത് കൃത്യമായിട്ട് തന്നെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആവശ്യമുള്ളത് മാത്രമേ നമുക്ക് കാണിക്കുള്ളൂ. ഇപ്പോൾ എല്ലാം മെനു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ എഫക്റ്റീവായ കോസ്റ്റും ഏതെല്ലാം റേറ്റ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, സ്റ്റാൻഡേർഡ് വേണോ കൺവെർട്ടബിൾ വേണോ ഏതാ വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്തിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഡിസൈഡ് ക്വാണ്ടിറ്റി എത്ര വേണം, ഇപ്പോൾ 2 എണ്ണമാണോ 3 എണ്ണമാണോ എത്രയെന്ന് വെച്ചാൽ അതും കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 എണ്ണമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 3 എണ്ണമാണെങ്കിൽ 3 എണ്ണം കൊടുക്കുക, ഇഷ്ടമുള്ളത് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റേറ്റ് കമ്പാരിഷൻ കാണാനായിട്ട് പറ്റും. 3 ഇയറിൻ്റെയും 1 ഇയറിൻ്റെയും റേറ്റ് വ്യത്യാസം കാണാം. അതേപോലെ സ്റ്റാൻഡേർഡിൻ്റെയും കൺവേർട്ടബിളിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് 36 3 കൊല്ലത്തിൻ്റെ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് അതിൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കും. 3 ഇൻസ്റ്റൻസാണ് ഞാൻ അവിടെ ചൂസ് ചെയ്തത്. ആഡ് ടു കാർട്ട് കൊടുത്തു. അപ്പോൾ വി കാർഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷോപ്പിംഗ് കാർഡിനകത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചൂസ് ചെയ്ത് ഏതാണെന്നുള്ളത് കാണാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ഇയർ ആണ്, കൺവേർട്ടബിൾ മോഡാണ്, അതേപോലെ തന്നെ അതിൻ്റെ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. നോ ഫ്രണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്വാണ്ടിറ്റി 3 ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഓർഡർ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓർഡർ കൺഫർമേഷനിലെ പേജിലേക്ക് പോകും. ഫസ്റ്റ് തന്നെ പെൻഡിങ് സ്റ്റേജ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ആക്റ്റീവിലേക്ക് വരിക. നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഡിലീറ്റ് സെലക്റ്റഡ് ഐറ്റംസ് പറഞ്ഞ് കൊടുത്താൽ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓർഡർ കൊടുക്കുന്നതിന് മുന്നേ വെരിഫൈ ചെയ്തതിന് മാത്രമേ ശേഷമേ ഓർഡറുകൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് സ്ക്രീൻഷോട്ട് വെച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്സ് എല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ചൂസ് ചെയ്യേണ്ടത് 3 പേയ്മെൻറ്റാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നു വേറെ ചെയ്തതിൻ്റെ. അത് വെച്ചിട്ടാണ് കാണുക. ഇപ്പോൾ എമൗണ്ട് മാറിയിട്ടുണ്ട്. ഞാൻ T2 മീഡിയം ആണ് ചെയ്തേക്കണം. അത് കൊടുക്കുക. അടുത്തത് നമുക്കൊരു കൺഫർമേഷൻ, ഒരു സക്സസ് ആയിരുന്നുള്ളൊരു മെസ്സേജ് കിട്ടും. അത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് നേരെ റിസർവ്ഡ് ഇൻസ്റ്റൻസിൻ്റെ പേജിലേക്ക് തന്നെയാണ് പോവുക. അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ സ്റ്റാറ്റസ് കാണാനായിട്ട് പറ്റും. പേയ്മെൻറ്റ് പെൻഡിങ് എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ T2 സ്മോളാണ് ഇവിടെ ചൂസ് ചെയ്തത്, റീജൻ 2. ഇപ്പോൾ ഈ ആക്റ്റീവ് ആയിട്ടുള്ളതെല്ലാം റണ്ണിങ് ആണ്. അതായത് ഇത് പേയ്മെൻറ്റ് പെൻഡിങ്ങിൻ്റെ സ്റ്റാറ്റസ് മാറി അത് ആക്റ്റീവ് ആവും. റിട്ടയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയതാണ്. അപ്പോൾ അടുത്ത സ്ക്രീൻഷോട്ടിൽ ഞാൻ അത് ആക്റ്റീവ് ആയിട്ടുള്ളത് കാണിച്ചു തരാം. ഇത്തിരി ടൈം എടുക്കും, ചിലപ്പോൾ ഒരു 1/2 hour എടുക്കും, ചിലപ്പോൾ പെട്ടെന്നാവും. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻസ്റ്റൻസ് റിസർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.